എന്താ ഈ മതിലെ വരയ്ക്കാൻ പോകുന്നത്? നമ്മൾ ഇപ്പം ഒരു റിവറിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ടോപ്പ് വ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. എത്ര സമയം എടുക്കും? ഒരു അരമണിക്കൂർ ആ ഒരു ടൈം മതിയാവും. എന്താ ദിനേശ് ഇങ്ങനെ മതിലിൽ ചിത്രം വരയ്ക്കാൻ കാര്യം? മതിലിൽ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്തായാലും ഓൾറെഡി മതിലിൽ നേച്ചർ ചെയ്തിട്ടിരിക്കുന്ന കുറേ ഇമേജുകളുണ്ട്. അത് പാച്ചുകളായിട്ടും അങ്ങനെ ഇങ്ങനെ കാണാം. അത് പായലും അല്ലാതെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു സാധനമല്ല, പക്ഷേ എങ്കിലും നമ്മളായിട്ടുള്ള ഇമേജുകളാണ് ഇതിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടുകാരൊന്നും ഒന്നും പറയത്തില്ല ഇങ്ങനെ മതിലെ വരയ്ക്കുന്നുണ്ട്? ആർക്കും വേറെ ശല്യം ഉണ്ടാകാത്ത അവസ്ഥയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാത്ത കാര്യമാണ്. എന്താ ലിനേഷ് എന്താ ബേസിക്കലി? ഞാൻ ഫൈൻ ആർട്സിലായിരുന്നു പഠിച്ചത്. തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിലായിരുന്നു. സ്കൾപ്ചറായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഒരു 2010-14 ബാച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രീലാൻസ് വർക്ക് ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ പിന്നെ ഇത് പോസ്റ്റ് ചെയ്യാനും വീഡിയോ എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു പബ്ലിക്കിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര മതിൽ ചെയ്തിട്ടുണ്ട് നിലവിൽ? ഞാനൊരു 10-12 മതിലോളം ഇപ്പം ചെയ്തിട്ടുള്ളൂ. ഇപ്പം വരുന്ന എല്ലാ വഴികളിലും നമ്മൾ കൂടുതലും ഒബ്സർവ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഇമേജ് നമുക്ക് അതിനകത്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ. ഇൻസ്റ്റയിലൊക്കെ എങ്ങനെയുണ്ട് ആളുകളുടെ കമൻറ്റൊക്കെ? കുഴപ്പമില്ല, ഒന്ന് റീച്ചായൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു പ്ലാറ്റ്ഫോം അല്ലേ ഇൻസ്റ്റ. അപ്പം നമുക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അപ്പം നമ്മളതിനെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ആലോചിച്ചിരിക്കുന്നത്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.